മറ്റൊരു രംഗം നമുക്ക് കാണാം. അരണ്യകാണ്ഡത്തിൽ പ്രവേശിച്ചു. സുധീഷ്ണാശ്രമത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ സുധീഷ്ണൻ മഹർഷി പറയുന്നുണ്ട്, ഈ അരക്കന്മാരെ കൊണ്ട് കഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് രാക്ഷസന്മാരെ നേരിടാൻ ഞങ്ങളുടെ തപശക്തി മതി എന്നറിയാം. പക്ഷെ ഞങ്ങൾ ആ തപശക്തി ഉപയോഗിച്ചാൽ ലോകമംഗളത്തിന് വേണ്ടി ഞങ്ങൾ സമ്പാദിച്ച ഈ തപശക്തി ഞങ്ങളുടെ ശാപത്താൽ നശിച്ചു പോയാൽ ലോകത്തിന് ഗുണം കിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തപശക്തി ഉപയോഗിക്കാത്തത്. അങ്ങയുടെ ക്ഷത്രിയ ശക്തി കൊണ്ട്, ക്ഷാത്രവീര്യം കൊണ്ട് വേണം ഈ അരക്കന്മാർക്ക് ഉത്തരം കൊടുക്കാൻ. ഇന്നത്തെ ഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എലക്ഷനിൽ വേണം നമ്മുടെ എന്ത് കാണിക്കാൻ? ആ ശക്തി കാണിക്കാൻ. എങ്ങനെ കാണിക്കണം? ധാർമ്മികനായനെ, ധർമ്മത്തെ സംരക്ഷിക്കണവനെ, ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്നവനെ ഉയർത്തി മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇത് ചെയ്തില്ല എങ്കിൽ പ്രകൃതി ഇടപെടും. പ്രകൃതി അല്ല ഇടപെടേണ്ടത്, നമ്മളാണ്. നമ്മളും കൂടെ ഇടപെടുന്നില്ല പിന്നെ പ്രകൃതിക്ക് എന്നാൽ പിന്നെ ഞാൻ തന്നെ അങ്ങ് നന്നാക്കിയേക്കാമെന്ന് വിചാരിക്കും. കാരണം പ്രകൃതിക്ക് മനുഷ്യനല്ല, ഇവിടെ ധർമ്മം നിലനിർത്തേണ്ടതുണ്ട്. ഇതൊക്കെ ഞാൻ വെറുതെ പറയണതല്ല കേട്ടോ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒക്കെ ചുവട് പിടിച്ചാൽ കൃത്യമായിട്ട് ഇതിനുള്ള ഉത്തരം കിട്ടും. ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അവിടെ ധർമ്മിഷ്ഠൻ ധർമ്മം സംരക്ഷിക്കണം. ആരാണ് ധർമ്മം സംരക്ഷിക്കേണ്ടത്? അതാത് കാലത്തെ ഭരണാധികാരി. ശക്തിയുള്ളവൻ്റെ കീഴിലേ ധർമ്മം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ആ ശക്തി അവന് കൊടുത്തിരിക്കുന്നത് ധർമ്മത്തെ രക്ഷിക്കാനാണ്. ഇതാണ് സുധീഷ്ണൻ പറയുന്നത്. ഇത് ഞങ്ങളുടെ തപസ് കൊണ്ട് ചെയ്യേണ്ടതല്ല. ഈ തപസ് ലോകമംഗളത്തിനാണ്. അങ്ങയുടെ ക്ഷാത്രവീര്യം, ക്ഷത്രിയനാണ് അങ്ങ് അസ്ത്രശസ്ത്ര വിദഗ്ധനാണ്. അങ്ങയുടെ വീര്യം കൊണ്ട് വേണം ഈ അരക്കന്മാരെ, അസുരന്മാരെ, രാക്ഷസന്മാരെ മെരുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഒരു വനത്തിൽ പ്രവേശിക്കുമ്പം സീതാദേവി പറയണ ഒരു വാക്കുണ്ട്. ഇവിടെയാണ് ഉത്തമയായ ഒരു ഭാര്യ. അപ്പം ഞാൻ അങ്ങയെ ഉപദേശിക്കുകയല്ല, ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കെന്തു പറയാം, എന്തു കാര്യവും പറയാം. പക്ഷെ പറയുന്നതിന് അതിൻ്റേതായ വിനയം, അച്ചടക്കം, മര്യാദകൾ വേണം. മുതിർന്നവരോട് പറയുമ്പം അങ്ങനെയുണ്ട്. അപ്പോൾ അച്ഛനോടൊരു കാര്യം പറയുമ്പോൾ അച്ഛൻ അങ്ങോട്ട് വന്നേ, ഞാൻ പറഞ്ഞിട്ട് കേട്ടെ എന്നല്ലല്ലോ. അച്ഛൻ ഇതല്ലേ നല്ലതെന്ന് ചോദിക്കാമല്ലോ. അത് തന്നെയാണ് സീതാദേവി പറഞ്ഞത്. ഇത് ഉപദേശമല്ല, ഞാൻ അങ്ങ് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മൾ വനത്തിലേക്ക് വന്നിരിക്കുന്നത് എന്തിനാണ്? താപസധർമ്മം അനുഷ്ഠിക്കാനാണ്. അങ്ങനെയാണല്ലോ. മുനിവൃത്തിയോടുകൂടി കഴിയണം എന്നാണ് ആര് പറഞ്ഞു വിട്ടേക്കണത്? കൈകേയമ്മ പറഞ്ഞു വിട്ടേക്കണത്. വാക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. ഇനി ഈ കാട്ടിൽ വന്നിട്ട് ഈ ആയുധം പിടിച്ചുകൊണ്ട് നടക്കുന്ന ആരുടെ ജോലിയാണ്? ക്ഷത്രിയൻ്റെ ജോലിയാണ്. ഇവിടെ ക്ഷത്രിയധർമ്മം അല്ലല്ലോ പുലർത്തേണ്ടത്. മാത്രമല്ല എത്ര ശാന്തമാണ്. മാത്രമല്ല ദുഃഖത്തിൽപ്പെട്ടിരിക്കുന്ന ആർത്തനായ ഒരുവനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങേക്ക് ആയുധം പ്രയോഗിക്കാം. അങ്ങിപ്പോൾ ക്ഷത്രിയധർമ്മമല്ല. ഇനി ഈ ക്ഷത്രിയധർമ്മം തിരിച്ച് അയോധ്യയിൽ എത്തിയിട്ട് മതിയല്ലോ. നമുക്കിവിടെ താമസധർമ്മമല്ലേ നല്ലത്? ഇതെൻ്റെ ഉപദേശമല്ല, അങ്ങ് ഞാൻ ഓർമ്മിപ്പിക്കണം. അപ്പം നല്ല പളവളാന്ന് വിളുങ്ങുന്ന വാളൊക്കെ സുധീഷ്ണൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കയ്യിൽ വച്ചോ, ആവശ്യം വരുന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസൈൽ അതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ സമ്മാനിക്കില്ല. അതുപോലെ അദ്ദേഹത്തിലേക്കുള്ള ദിവ്യായുധങ്ങൾ, അസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ, ദിവ്യ ആയുധങ്ങൾ, വാള് ഇതെല്ലാം കൈ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മേടിച്ചുകൊണ്ടാണ് പോണത്. ഇതെല്ലാം മേടിച്ചിട്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് ദേവി ഒരു സംഭവം കൂടി പറയാണ്. പണ്ട് ഒരു വലിയൊരു ഋഷി ഈ വനത്തിലുണ്ടായിരുന്നു. ശ്രീരാമചന്ദ്രന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണത്. കാട്ടിൽ വെച്ചാണ് ആ ധർമ്മിഷ്ഠയുടെ ധർമ്മബോധം. ദുഃഖത്തിൽ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മളവിടെ രണ്ടാനമ്മ ഇറക്കി വിട്ടു, ഗതികേട്ട് ഇങ്ങനെ അടക്കാനുള്ള നേരുവാട്ടിന് പട്ടണം പോലും ഇല്ല എന്ന് പറഞ്ഞ കരയണ സീതയല്ല നമ്മളിവിടെ കാണുന്നത്. ധർമ്മോപദേശം നടത്തുകയാണ്. ധർമ്മോപദേശം നടത്തണമെങ്കിൽ എന്തായിരിക്കണം? ആ ഉള്ളിലെ കരുത്ത്, മനസ്സിൻ്റെ ശാന്തത എന്തായിരിക്കണം? അപ്പോഴല്ലേ ധർമ്മം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ദേവി പറയാണ്, നോക്കൂ, ഒരു ഋഷി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് തപസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകണം കണ്ടപ്പം ഇന്ദ്രന് അസൂയായി. ഇന്ദ്രൻ എല്ലാ പ്രാവശ്യം മൂപ്പർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ആരെങ്കിലും നന്നാവണം ഇഷ്ടമല്ല. അപ്പോൾ അദ്ദേഹം എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് തോൽപ്പിക്കാൻ നോക്കും. നമ്മുടെ ചില നല്ല കൂട്ടുകാരല്ലാത്തവരെ നമ്മൾ നന്നായി പഠിക്കണമെങ്കിൽ ചില ഫിലിമും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തരും, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടും ഏതായാലും അവൻ പഠിക്കണ്ട, നമ്മളും പഠിക്കണ്ടെന്നർത്ഥം. ഇത് തന്നെ, ഇതൊക്കെ തന്നെ ഇന്ദ്രൻ്റെ കയ്യിലുണ്ട്. ഇനി തപസ് ചെയ്ത് എൻ്റെ മുമ്പിലെങ്ങാനും പോയാലോ എന്നൊരു സന്ദേഹം. അപ്പോൾ ഇദ്ദേഹം അവിടെ ഒരു യാത്രക്കാരൻ്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു നല്ല വാള്, നല്ല തിളതിളാന്ന് വിഴുങ്ങുന്ന മൂർച്ചയുള്ളൊരു വാള് ഇന്ദ്രൻ്റെ കൈ കൊടുത്തു. ഇതിരുന്നോട്ടെ, ഞാൻ ഇങ്ങനെ ഇതിന് പോവുകയാണ്, തീർത്ഥാടനം പോവുകയാണ്. അപ്പോൾ ഈ വാളും കൊണ്ട് പോകണം ശരിയല്ലല്ലോ. ഞാൻ തിരിച്ചു വരുമ്പോൾ അങ്ങ് ഇത് ഭംഗിയായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കണേ, എനിക്ക് തരണേ, അന്നേരം തിരിച്ച് തന്നാൽ മതി.
അപ്പോൾ ഋഷി തീരുമാനിച്ചു, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, കയ്യിലിരുന്നോട്ടെ സാധനം. ഒരാൾക്കൊരു സഹായം ചെയ്യാൻ പറ്റുന്നൊരു സേവ ചെയ്യാൻ കിട്ടിയ അവസരമല്ലേ. അങ്ങനെ വാളും മേടിച്ചു വെച്ചു. ഇദ്ദേഹം പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം വാളയിൽ നോക്കും. വാള് മൂർച്ചയാണ്. കുറച്ച് കഴിയുമ്പോൾ ഉപയോഗിച്ചില്ല, ഇതിൻ്റെ മൂർച്ച പോകും. എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് ഇങ്ങേര്. എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ഈ ആയുധം നന്നായിട്ട് സൂക്ഷിക്കേണ്ട എൻ്റെ ചുമതലയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എൻ്റെ വായത്തലം മിനുക്കലാണ് ഇങ്ങേരുടെ മെയിൻ പരിപാടി. പിന്നെ അത്യാവശ്യം വാള് കയ്യിരിക്കല്ലേ, അപ്പോൾ അത് കാണുമ്പോൾ ഒന്ന് ചത്താനും പിടിക്കാനൊക്കെ തോന്നും. അങ്ങനെ ചത്തലും പിടിക്കലും അത്യാവശ്യം കുഞ്ഞു ജീവികൾക്കൊട്ടൊക്കെ കൈവയ്ക്കാൻ തുടങ്ങി. എന്തിനു പറയണു, ഈ ആയുധം കൂടെ കൊണ്ടേ നടന്ന് അതിൽ ആകൃഷ്ടനായി മെല്ലെ തൻ്റെ ധർമ്മം എന്താണോ ആ തപോധർമ്മത്തിൽ നിന്ന് വഴുതി ദേഹം അധപ്പതിച്ചു. വാള് മേടിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് ചെന്നിട്ടുമില്ല. കാരണം എന്താ, മൂപ്പരുടെ ഉദ്ദേശം ഇങ്ങനെ തപസ് ചെയ്യണം എന്നുള്ളതാണ്. ഇതുപോലെ ദേവി പറയാണ്, നോക്കൂ, ഈ ആയുധം കൊണ്ടേ നടന്ന് എന്തിനാണ് നമ്മൾ ഒരു അധർമ്മത്തിലേക്ക് ചെരിയുന്നത് എന്ന്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ചില നിഷ്ഠകളും ചിട്ടകളുണ്ട്. വിദ്യാർത്ഥിക്ക് ആ ജീവിതം, ഉദ്യോഗസ്ഥന് ആ ജീവിതം, അധ്യാപന ആ ജീവിതം. ആ ജീവിതത്തിന് അനുസൃതമല്ലാത്ത ഒരു സാധനവും നമ്മൾ കൂടെ കൊണ്ടു നടക്കരുത്. അത് പടിപടിയായി നമ്മളെ അധപതിപ്പിക്കും. പക്ഷേ ഇത് കേട്ടിട്ട് ശ്രീരാമേന്ദ്രൻ പറഞ്ഞു, നോക്കൂ, ഞാൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ എവിടെ ചെന്നാലും ക്ഷത്രധർമ്മം, അതായത് ദുഃഖിക്കുന്നവൻ്റെ ദുഃഖത്തെ തീർക്കുക എന്നത് ക്ഷത്രിയൻ്റെ ജന്മനാ ഉള്ള ധർമ്മമാണ്. അതെനിക്ക് നിറവേറ്റിയേ തീരൂ ദേവി. 2, ഞാൻ ആ കാട്ടിൽ വെച്ച് ഋഷീശ്വരന്മാർ എന്നെ ആശ്രയിച്ചു. അവരെല്ലാം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ രക്ഷിക്കണം, ഞങ്ങളുടെ തപശക്തി കളയരുത്, അങ്ങ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞു, അത് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും. ആ സത്യപരിപാലനത്തിന് വേണ്ടി വന്നാൽ കുമാരൻ ലക്ഷ്മണനെയും ദേവിയെയും വരെ ഞാൻ ത്യജിച്ചെന്നു വരാം. സത്യത്തെ രാമൻ ഒരിക്കലും ത്യജിക്കുകയില്ല. അങ്ങനെ തൻ്റെ ക്ഷത്രധർമ്മം നിറവേറ്റാനായിട്ട് രാമന് ആവശ്യമില്ലാത്തടത്തൊന്നും ആയുധം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ പറയാനുള്ള തൻ്റെ ഇടവും കരുത്തും ബുദ്ധിശക്തിയും അതുപോലെ തന്നെ കാരണ വിവേചന ബുദ്ധിയും ഉള്ളവളായിരുന്നു സീതാദേവി. പേടിത്തൊണ്ടേയും കരഞ്ഞു പോയി നിൽക്കുന്ന ആളാണെന്ന് ഇനി ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കരുത്.